ഇന്ന് പുറത്തു വന്ന രണ്ട് ക്രിക്കറ്റ് ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടതാണ്. പാകിസ്ഥാൻ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. ഇന്ത്യയുടെ ഗ്രൂപ്പിൽ നിന്ന് ഇന്ത്യ, USA ഇവരായിരിക്കും കയറാൻ പോകുന്നത്. ഇന്ത്യയും അമേരിക്കയും കളിച്ച രണ്ട് മാച്ചിലും ജയിച്ച് 4 പോയിന്റ് നേടിയിട്ടുണ്ട്. ഇതേ സമയം പാകിസ്ഥാൻ 2 മാച്ചിലും തോറ്റിരിക്കുകയാണ്. അവർക്ക് പോയിന്റ് ഒന്നും തന്നെ ഇല്ല. ഇനി 2 മാച്ച് ജയിച്ചാലും അവർക്ക് 4 പോയിന്റ് മാത്രമേ നേടാൻ സാധിക്കൂ. അമേരിക്കൻ ടീമിന് ഇനി 2 കളിയുണ്ട്. ഇന്ത്യക്കെതിരെ തോറ്റാലും അയർലൻഡുമായിട്ട് ജയിച്ചാൽ അമേരിക്കയായിരിക്കും കയറാൻ പോകുന്നത്. പാകിസ്ഥാൻ ഇനി ജയിച്ചിട്ടും കാര്യമില്ല. അങ്ങനെ പാകിസ്ഥാൻ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. സഞ്ജുവിനെ കഴിഞ്ഞ 2 മാച്ചിലും കളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. സന്നാഹ മത്സരത്തിൽ മാത്രമാണ് ഒരു അവസരം കൊടുത്തത്. സഞ്ജുവിനെ ടീമിലേക്ക് എടുക്കുമെന്നതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. എന്നാൽ ഇപ്പോൾ സഞ്ജു ആരാധകർക്ക് സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത്. വേൾഡ് കപ്പിലെ ആദ്യ 2 കളി ജയിച്ച ഇന്ത്യ സൂപ്പർ 8 90% ഉറപ്പിച്ചിരിക്കുകയാണ്. ഇനി ഇന്ത്യക്ക് പേടിക്കാനില്ല. അതുകൊണ്ട് അടുത്ത മത്സരത്തിൽ സഞ്ജുവിന് അവസരം കൊടുക്കുമെന്നാണ് രോഹിത് ശർമ്മ പറയുന്നത്. ശിവൻ ദൂബെ അൾട്ര ഫ്ലോപ്പ് ആയിരുന്നു. അതുകൊണ്ട് ദൂബയ്ക്ക് പകരം ഫിനിഷറായിട്ടാണ് സഞ്ജുവിനെ ടീമിലേക്ക് എടുക്കുന്നത്. നാളെയാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. അമേരിക്കയാണ് ഇന്ത്യയുടെ എതിരാളികൾ. ഈ മാച്ചിൽ ശിവൻ ദൂബയെ പുറത്തിരുത്തി സഞ്ജുവിനെ കളിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട്. സഞ്ജുവിനെ തിരിച്ചു വിളിച്ചിരിക്കുകയാണ് രോഹിത് ശർമ്മ. നാളെ സഞ്ജുവിൻ്റെ ഒരു വെടിക്കെട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.